താജുബാങ്കോടാണ്. എല്ലാവർക്കും സുഖം വിചാരിച്ചു. എന്തല്ലേ നമ്മുടെ നാട്ടിൽ നടക്കുന്നുള്ളത്? രാഹുലിന്റെ പീഡനമാണല്ലോ ഇപ്പോ ഏറ്റവും വൈബായിട്ട് നടക്കുന്നുള്ളത് നാട്ടിൽ. ഈ ഒരു വീഡിയോ എന്റെ ഫാദർ ഒരു കമ്മ്യൂണിസ്റ്റ് ഇതാണ്. നമ്മള് എല്ലാവരുമായിട്ടും കണക്ഷൻ ഉണ്ട്. അങ്ങനെ നമുക്ക് കൃത്യമായിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല. ഫാമിലിയിൽ നിന്ന് കിട്ടിയെന്നുള്ള രീതിയിലല്ല. ഞാൻ എന്റേതായിട്ട് തന്നെ ഇങ്ങനെ കണക്റ്റഡ് ആയതാണ്. അത് പ്രത്യേകിച്ച് അങ്ങനെ പറയാൻ പറ്റില്ല. എല്ലാവരുമായിട്ടും കണക്ഷൻ ഉണ്ട്. അങ്ങനെ ഇപ്പൊ മനസ്സിലായല്ലോ ആ കുട്ടി ഏത് പാർട്ടിയുടെ അനുഭാവിയാണെന്നുള്ളത്. ഒന്നത് ഇനി ഇവര് ഈ കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നുണ്ടല്ലോ ഈ പീഡനം ചെയ്തതുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് സംഭവം വരെ 48 മണിക്ക് സെപ്റ്റംബർ 1-ാം തീയതി തൊട്ട് കേരളത്തിൽ ഉയർന്നു വന്ന സ്ത്രീ പീഡന ആരോപണങ്ങൾ ഏറ്റവും അവസാനം എന്ന് മുകേഷ് എത്തി നീക്കുന്ന ആരോപണങ്ങൾ ഒന്ന് പരിശോധിച്ചു നോക്കൂ. സെപ്റ്റംബർ 1-ന് മലപ്പുറത്ത് സഹോദരിയെ ബലാത്സംഗം ചെയ്ത സംബന്ധിച്ച് ഡിവൈഎഫ്ഐ നേതാവിനെതിരെ കേസ്. സെപ്റ്റംബർ 3-ന് MLA ശശിയുടെ പീഡന വിവരം പുറത്ത്. സെപ്റ്റംബർ 5-ാം തീയതി MLA ഹോസ്റ്റലിൽ ചിരിങ്ങാലക്കുഴയുടെ ഡിവൈഎഫ്ഐ നേതാവിന്റെ പീഡനം പുറത്ത്. 7-ാം തീയതി കണ്ണൂരിൽ പഞ്ചായത്ത് മെമ്പറുടെ വീട്ടിൽ നിന്ന് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പിടിച്ച കേസും അതിനോട് ചേർന്നുള്ള അനുബന്ധ കേസും കാര്യങ്ങളും. സെപ്റ്റംബർ 9-ാം തീയതി വീട്ടമ്മയെ പീഡിപ്പിച്ച കേസിൽ വയനാട് നെന്മേനി പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെച്ച കേസ്. സെപ്റ്റംബർ 11-ന് വീട് നൽകാമെന്ന് പറഞ്ഞ് വാഗ്ദാനം നൽകി യുവതിയെ പഞ്ചായത്ത് പ്രസിഡന്റായ സഖാവ് പീഡിപ്പിച്ച പരാതി പുറത്ത്. സെപ്റ്റംബർ 15-ൽ പന്തളത്ത് ഗൾഫുകാരന്റെ ഭാര്യ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഇറക്കിക്കൊണ്ടുവന്ന കേസ്. ഇതൊക്കെ നമ്മൾ വായിക്കുന്നതാണ്. സെപ്റ്റംബർ 17-ന് വിവാഹത്തെ നിരസിച്ച ഡിവൈഎഫ്ഐ പെൺകുട്ടിയെ പരസ്യമായി ചുറ്റിച്ച് വെള്ളരടിയിലെ സഖാവിന്റെ ഡിവൈഎഫ്ഐ നേതാവിന്റെ കേസ് പുറത്ത്. സെപ്റ്റംബർ 19-ന് വീട്ടമ്മയെ പീഡിപ്പിച്ച കൗൺസിലർക്കെതിരെ പരാതി. 21-ന് വീട്ടമ്മയുടെ പെൺകുട്ടിയുടെ ദേഹത്ത് മണ്ണങ്ങാൽ ഒഴിച്ച് അപായപ്പെടുത്താൻ ശ്രമിച്ച കണ്ണൂരിലെ ബ്രാഞ്ച് സെക്രട്ടറിയുടെ കേസ്. 23-ന് ചെങ്ങന്നൂർ തെരഞ്ഞെടുപ്പിന്റെ തലേന്ന് മുങ്ങിയ സഖാവ് വരാനോട്ടുള്ള ചക്കരക്കുളം വാട്സപ്പിൽ വന്നതൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. 25-ൽ വീടുമായി പിടിപ്പിച്ച തച്ചനാട്ടുകാരെ ഡിവൈഎഫ്ഐ നേതാവ് ഒളിവില്. 27-ന് സ്കൂൾ വിദ്യാർത്ഥി പിടിപ്പിച്ച കേസിൽ വിയാർപുരം ബ്രാഞ്ച് സെക്രട്ടറിയുടെ കേസ് പുറത്ത്. 29 13 പ്രകൃതിവിരുദ്ധ പീഡനത്തിന് ഇടയാക്കിയതിന് മഞ്ചേശ്വരം ഏരിയ കമ്മിറ്റി നേതാവ് ബാലസംഘം ജില്ലാ കൺവീനറുമായ ഫറൂഖിനെതിരെ കേസ്. ഒക്ടോബർ മാസം 1-ാം തീയതി പാർട്ടി അനുഭാവിയായി വീട്ടുമേൽ പീഡിപ്പിച്ച കേസിൽ മണ്ണാർക്കാട് ബ്രാഞ്ച് സെക്രട്ടറി അറസ്റ്റ്. ഒക്ടോബർ 3-ാം തീയതി 13-കാരിയെ പീഡിപ്പിച്ച വെഞ്ഞാറമൂട് CPI ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അറസ്റ്റ് ചെയ്യപ്പെട്ട മഞ്ഞിലാണ്. അത് കഴിഞ്ഞ് 5-ന് തൃത്താലയിൽ KSC നേതാക്കളിൽ അധ്യാപികയെ പിടിക്കാൻ ശ്രമിച്ചു എന്നുള്ള കേസ്. ഏറ്റവും അവസാനം ഇതാ മുകേഷിന്റെ കേസ്. ഇവരാണ് എന്നിട്ട് പിന്നെ രാഹുലിനെതിരെ സമരം ചെയ്യുന്നുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കണം. എന്ത് ധാർമ്മികതയാണ് ഇവർക്കുള്ളതെന്നുള്ളത്. എനിക്കൊരു സംശയം കൂടി ഉണ്ട്. ഈ കേസൊക്കെ കെട്ടിച്ചമച്ചതാണോ എന്നുള്ളത് വളരെ സംശയമുണ്ട്. കാരണം എന്താ വെച്ചാല് ഇവരാരും ഇതുവരെ കംപ്ലൈന്റ് കൊടുത്തിട്ടില്ല. കംപ്ലൈന്റ് കൊടുക്കാൻ തയ്യാറല്ല. വെറുതെ ഒരു വെളിപ്പെടുത്തലും ചെയ്ത് പോയിരിക്കാണ്. ഈ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ ഇദ്ദേഹം കുറ്റാരോപിതനായതും രാജിവെക്കേണ്ടൊക്കെ വന്നത്. പക്ഷെ തെറ്റ് ചെയ്തെന്നുണ്ടെങ്കിൽ ഇപ്പം പറയാട്ടോ, തെറ്റ് ചെയ്തെന്നുണ്ടെങ്കിൽ അത് ശിക്ഷിക്കപ്പെടണം. അതിന് യാതൊരു സംശയമില്ല. പക്ഷെങ്കിൽ ഇതിന് ഈ LDF-ന് സമരം ചെയ്യാൻ എന്ത് അർഹതയാണുള്ളത്? അതാണ് ഞാൻ ചോദിക്കുന്നുള്ളത്. കാരണം എന്താ വെച്ചാൽ കോഴി ഫാമിന് കാവൽ നിൽക്കുന്ന ഇവര് ഒറ്റപ്പെട്ട ഒരു കോഴിക്കെതിരെ എങ്ങനെ സമരം ചെയ്യാം? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ഈ സമരം ചെയ്യുന്ന ഇവർക്കൊരു സാമാന്യ ബോധം വേണ്ടേ? ഇവരുടെ നേതാക്കന്മാർ മുഴുവനും സ്ത്രീ പീഡനവും പെണ്ണുപിടിയന്മാരും കോയല്ല എന്ത് കോയി എന്നതിനെ പറയാവോ? എന്നിട്ട് അവരാണ് രാഹുലിനെതിരെ സമരം ചെയ്യുന്നത്. ഇത് ജെന്യൂനായ ഒരു കേസാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവര് കംപ്ലൈന്റ് കൊടുക്കട്ടെ. കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാലല്ലേ സത്യങ്ങൾ തെളിയുള്ളൂ. എന്നാലല്ലേ പിന്നെ ഈ രാഹുൽ കുറ്റം ചെയ്തിട്ട് ശിക്ഷിക്കപ്പെടട്ടെ. അതാണ് നമുക്കും വേണ്ടത്. കുറ്റം ആര് ചെയ്താലും ശിക്ഷിക്കപ്പെടണം. പക്ഷെങ്കിൽ കംപ്ലൈന്റ് എന്തുകൊണ്ട് കൊടുക്കുന്നില്ല? ഒരു ചോദ്യമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച്. ഇതിന്റെ വിഷയം എന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾക്ക് ഇവർ മറച്ചു വെക്കാനുണ്ട്. കാരണം എന്ന് വെച്ചാൽ പാലക്കാട്ട് RSSന്റെ കീഴിലുള്ള ഒരു സ്കൂളിൽ ഒരു ഉഗ്ര സ്ഫോടനം ഉണ്ടായി. അതിനെപ്പറ്റി ആർക്കും ചർച്ച ചെയ്യാൻ താല്പര്യമില്ല. ആ ചർച്ച മാറ്റിവിടാനായിക്കൂടെ ഈ ഒരു രാഹുലിന്റെ വിഷയം. അത് മാത്രല്ല പിന്നെ ഗോവിന്ദ മാഷ് ഒരു കത്ത് വിവാദമുണ്ട്. അതെവിടെ പോയി? അതും ആരും ചർച്ച ചെയ്യാനില്ല. അതും കൂടി മറച്ചു വെക്കാനുള്ള ഇവരുടെ ഒരു രാഷ്ട്രീയ തന്ത്രമായിക്കൂടെ ഇതൊക്കെ. രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോർച്ചയുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള യാത്ര നടക്കുന്നുണ്ട്. അതൊന്നും വിഷയം തന്നെയല്ല. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് കേരളത്തിൽ ചെയ്ത ഒരു പരിപാടി. RSSന്റെ ശാഖ നടത്തുന്ന സ്കൂളിൽ ബോംബ് സ്ഫോടനം ഉണ്ടായിട്ട് ഒരു 10 വയസ്സുകാരന് പരിക്കേറ്റ വിവരം നിങ്ങളിൽ എത്ര ആൾക്കാർ, എത്ര മാധ്യമ ചാനലുകൾ ഇതൊന്ന് ചർച്ച ചെയ്തു? ഒന്ന് ആലോചിച്ച് നോക്കണം. എല്ലാ രാഷ്ട്രീയ പ്രതിസന്ധികൾ വരുമ്പോഴേക്ക് ഇവർ ഓരോ പെണ്ണുങ്ങളെയും കൊണ്ട് വന്നിട്ട് ഇങ്ങനെ ഓരോ നൂലാമാലകൾ ഇറക്കി വിടും. അല്ലയോ CPM-കാരാ, ദാറുൽ ഹുദയിലേക്ക് സമരം ചെയ്യാൻ പോയ നിങ്ങൾ എവിടെ? പാലക്കാട്ടില് സംഘിയുടെ കീഴിൽ നടക്കുന്ന സ്കൂളിൽ ബോംബ് പൊട്ടിയിട്ട് നിങ്ങൾ ആരും എന്തേ സടകുടഞ്ഞ് എണീക്കാത്തത്?
കാരണമുണ്ട്. കാരണം എന്ന് വെച്ചാൽ അത് മലപ്പുറം ജില്ലയല്ല, അത് മലബാർ ജില്ലയല്ല, അത് പാലക്കാട് ആയതുകൊണ്ടാണ്, സംഘീയുടെ സ്കൂൾ ആയതുകൊണ്ടാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അതിനെതിരെ സമരം ചെയ്യാത്തത്. നിങ്ങളുടെയൊക്കെ രാഷ്ട്രീയ ലക്ഷ്യം എന്താണെന്നുള്ളത് കേരളത്തിലെ ജനങ്ങള് തിരിച്ചറിഞ്ഞിരിക്കുന്നു. അല്ലെങ്കിൽ പോയി സമരം ചെയ്യൂ. ഉഗ്രസ്ഫോടനം നടന്ന പാലക്കാട്ടേക്ക് എന്തുകൊണ്ട് നിങ്ങൾ പോയില്ല? എന്തുകൊണ്ട് പോയില്ല? ഒന്ന് സമരം ചെയ്ത് നോക്കിയിട്ട് വാ.